കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാനങ്ങളുടെ നിരക്ക് നിശ്ചയിച്ചു. കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് അധികമായി നൽകേണ്ടത് 20,000-ഓളം രൂപയാണ്. ഉയർന്ന നിരക്ക് കാരണം കരിപ്പൂരിനെ ഒഴിവാക്കാൻ നിർബന്ധിതരാവുകയാണ് ഹജ്ജ് തീർത്ഥാടകർ. സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, അതിനെ ഇരട്ട നീതി എന്ന് കൃത്യമായി പറയാം, അല്ലെങ്കിൽ അനീതി എന്ന് തന്നെ പറയാം. അത് അനീതി ഇപ്പോൾ തുടങ്ങിയതുമല്ല, കാരണം നേരത്തെ ഉള്ളതാണ്. ആ നിരക്ക് വർധന കുറയ്ക്കണമെന്ന ആവശ്യം ഇക്കുറിയും ആരും കേട്ടില്ല. സമീർ, ഹാഷ്മി, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന വിവിധ വിമാനത്താവളങ്ങൾ വഴി ഹജ്ജിന് പോകുന്ന യാത്രക്കാരുടെ നിരക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ യാത്രാ നിരക്കുള്ളത് കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർക്കാണ്. കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ നൽകേണ്ടത് 1,08,000 രൂപ നൽകുമ്പോൾ കൊച്ചിയിൽ നിന്ന് പോകുന്നവർ നൽകേണ്ടത് 88,000 രൂപയാണ്. കണ്ണൂരിൽ നിന്ന് പോകുന്നവർ 89,000 രൂപയും നൽകുന്നു. കരിപ്പൂരിൽ നിന്ന് പോകുന്ന യാത്രക്കാർ 20,000-ഓളം രൂപ അധികമായി നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇത്തരത്തിൽ ഉയർന്ന യാത്രാ നിരക്ക് കാരണം പല യാത്രക്കാരും കരിപ്പൂരിനെ തന്നെ ഒഴിവാക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വിമാനത്താവളങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ 5-1 ചുരുങ്ങിയിരിക്കുകയാണ് കരിപ്പൂരെ തിരഞ്ഞെടുക്കുന്നവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷവും സമാനമായ സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 80,000-ഓളം രൂപ അധികമായിരുന്നു ആദ്യം കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ നൽകേണ്ടി വന്നിരുന്നെങ്കിൽ പിന്നീട് അത് കുറയ്ക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരല്പം കുറച്ചെങ്കിലും കരിപ്പൂരിൽ നിന്നുള്ള യാത്രാ നിരക്ക് കൂടുതൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.